Maximum and minimum values on intervals. First definition നോക്കാം. Let f be a function which is defined on an interval I of real numbers if m, capital M, is a real number such that f of x is less than or equal to m for all x in I. Second one, if f of x not equal to m for at least one x naught in I, then we call capital M the maximum value of f on I. ഓക്കെ, ഇവിടെ പറയുന്നത് ഒരു റിയൽ നമ്പർ ക്യാപിറ്റൽ എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു ഫംഗ്ഷൻ എഫ്, ഒരു ഇൻ്റർവൽ ഐയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തു ആൻഡ് റിയൽ നമ്പർ ക്യാപിറ്റൽ എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഈ ഐയിലുള്ള എല്ലാ എക്സുകൾക്കും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ക്യാപിറ്റൽ എം ആണെങ്കിൽ, ഒരു എം എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. അതെങ്ങനെ വരുന്നത് വെച്ചാൽ ഈ എഫിൻ്റെ ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഈ ഐയിലുള്ള ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ എമ്മിനേക്കാളും ചെറുതാണെങ്കിൽ, ഓക്കെ ചെറുതാണ്, ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എം ഫോർ അറ്റ്ലീസ്റ്റ് വൺ എക്സ് നോട്ട് ഇൻ ഐ ആൻഡ് ഫോർ സം എക്സ് നോട്ട് ഇൻ ഐ, ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഏതെങ്കിലും ഒരു എക്സ് നോട്ടിന് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ എമ്മും ആണെങ്കിൽ ഈ ക്യാപിറ്റൽ എമ്മിനെ നമ്മൾ എന്ത് പറയും? ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ എന്ന് പറയും. എഫിൻ്റെ മാക്സിമം വാല്യൂ ഓൺ ദ ഇൻ്റർവെൽ ഐ, അതാണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് ദർ എക്സിസ്റ്റസ് റിയൽ നമ്പർ സ്മോൾ എം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ ഓൾ എക്സ് ഇൻ ഐ ആൻഡ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എം ഫോർ അറ്റ്ലീസ്റ്റ് വൺ എക്സ് വൺ ഇൻ ഐ, ദെൻ വി കാൾ സ്മോൾ എം ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഫോർ ഓൾ എക്സ് ഒരു റിയൽ നമ്പർ എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഈ ഇൻ്റർവൽ ഐയിലെ എല്ലാ എക്സുകൾക്കും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ സ്മോൾ എമ്മിനേക്കാളും വലുതാണ്. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ സ്മോൾ എമ്മിനേക്കാളും വലുതാണ് ഈ ഇൻ്റർവൽ ഐയിലെ എല്ലാ എക്സുകൾക്കും എങ്കിൽ, ആൻഡ് ഒരു എക്സ് വൺ, ഈ ഇൻ്റർവൽ ഐയിൽ ഒരു എക്സ് വൺ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു നമ്മളെ റിയൽ നമ്പർ എം, ദെൻ എം സ്മോൾ എം ഈസ് കാൾഡ് ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ. നെക്സ്റ്റ് ദ മാക്സിമം മിനിമം തിയറം. അല്ലുള്ള ഫസ്റ്റ് ഒരു തിയറമാണ് എക്സ്ട്രീം വാല്യൂ തിയറം. ഓക്കെ, തിയറം പറയുന്നത് ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദെൻ എഫ് ഹാസ് ബോത്ത് എ മാക്സിമം ആൻഡ് എ മിനിമം വാല്യൂ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, തിയറത്തിൽ പറയുന്നത് എഫ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുത്തു ആൻഡ് ഫംഗ്ഷൻ എഫ്, ഈ ഫംഗ്ഷൻ എഫ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ this function has a maximum and minimum value on this interval closed interval AB. ഓക്കെ, എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫിന് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഒരു മാക്സിമം വാല്യൂവും ഒരു മിനിമം വാല്യൂവും എക്സിസ്റ്റ് ചെയ്യും. That is, there are numbers x1 and x2 in closed interval AB with f of x1 equal to m, small m, and f of x2 equal to capital M. For small m, okay, x1, x2 closed interval AB യിൽ എക്സിസ്റ്റ് ചെയ്യും. For some x1 ന് f of x1 equal to small m ഉം and for some x2 in closed interval ABക്ക് f of x2 equal to capital M ആണ്. അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ എം എഫ് ഓഫ് എക്സ് നമ്മളെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവണം? ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇനി സ്മോൾ എം ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം. സോ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം: എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവറി എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. സോ എക്സ്ട്രീം വാല്യൂ തിയറത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫിന് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എന്തുണ്ടാവും? ഒരു മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അടുത്തൊരു റിമാർക്കിൽ പറയുന്നത് ദ റിക്വയർമെൻറ്റ് ദാറ്റ് ദ ഇൻ്റർവെൽ ബി ക്ലോസ്ഡ് ആൻഡ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആർ കീ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ എബൌട്ട് തിയറം. വിത്തൗട്ട് ദം ദ കൺക്ലൂഷൻ ഓഫ് ദ തിയറം നീഡ് നോട്ട് ഹോൾഡ്. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞ എന്താണ്? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ അതിന് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ മാക്സിമം മിനിമം വാല്യൂം എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ കണ്ടീഷൻസ്, ഈ കണ്ടിന്യൂസ് എഫ് എന്താവണം? കണ്ടിന്യൂസും ആവണം, പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയും ആവണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തിയറം അവിടെ എന്താണ് ഈ തിയറം ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ്.
To find the maxima and minima of for a function f which is continuous on closed interval a b and differentiable on open interval a b. നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ അതിന് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ഒരു ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ അവിടെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും. ആ മാക്സിമം മിനിമം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ എന്താണ്? മേക്ക് എ ലിസ്റ്റ് x1 x2 എക്സെട്ര xn കൺസിസ്റ്റിംഗ് ഓഫ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് എഫ് ഓൺ ഓപ്പൺ എ ബി ആൻഡ് ദ എൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഫോം ചെയ്യാണ്. ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? ഈ ഫംഗ്ഷൻ എഫിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ഈ ഇൻ്റർവെല്ലിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഈ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, അതാണ് x1 x2 എക്സെട്ര xn പ്ലസ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സും പിന്നെ എന്തും കൂടി വരുന്നുണ്ട്, ഈ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഉണ്ടല്ലോ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ്, അതായത് എയും ബിയും. സോ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഉള്ള ഈ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും പിന്നെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയ എയും ബിയും ആണ് x1 x2 എക്സെട്ര xn ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. Step 2, compare the values f of x1, f of x2, etc. f of xn. The largest of the f of xi is the maximum value of f on closed interval ab. The smallest of the f of xi is the minimum value of f on closed interval ab. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ x1 x2 എക്സെട്ര xn ആണ്, അതായത് അതിൻ്റെ x1 x2 എക്സെട്ര xnകൾ എന്താണ്? ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് പ്ലസ് ദ എൻഡ് പോയിൻറ്റ്സ് അല്ലേ. സോ ആ ഓരോന്നിനും x1 x2 എക്സെട്ര xnകളുടെ ഫംഗ്ഷൻ വാല്യൂ കാണാം. ആ ഓരോ പോയിൻറ്റിലും എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് x1 എന്താണെന്ന് കാണാം. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും മാക്സിമം വരുന്നത്, ഓക്കെ, മാക്സിമം ഇതിൽ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് ഏത് എഫ് ഓഫ് xi ആണോ അതായിരിക്കും എന്ത് വരിക? മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി വരിക. ഈ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് xnൽ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് എന്താവും? മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ദാറ്റ് പോയിൻറ്റ് xi. ഏത് xiക്കാണോ എഫ് ഓഫ് xi ലാർജസ്റ്റ് ആവുന്ന ആ xiനെ നമ്മൾ എന്താ പറയും? ഫംഗ്ഷൻ മാക്സിമം പോയിൻറ്റ് ഫോർ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും. ഇനി ഏത് എഫ് ഓഫ് xi ആണ് സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും എന്ത്? ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ആ ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള xi അതിന് നമ്മൾ എന്ത് പറയും? ഈ ഫംഗ്ഷൻ്റെ മിനിമം പോയിൻറ്റ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 - x² ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -3 1. അപ്പോൾ ഇവിടെ എന്താണ് വന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 4 - x² ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി -3 1ൽ അവിടെ ആ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ തിയറം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്. സോ ഇത് തന്നിട്ടുള്ള എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണ്. സോ അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 1ലും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആവാൻ സാധ്യതയുള്ളത് ഏതൊക്കെയായിരുന്നു? അതിൻ്റെ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? f' ഈക്വൽ ടു 0 ആവുന്ന എക്സുകളും അല്ലേ. സോ ഇവിടെ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതെന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് എവ്രിവെയർ ആണ്. സോ ദ ഓൺലി ക്രിട്ടിക്കൽ പോയിൻറ്റ്, അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഏത് മാത്രമേ വരുള്ളൂ? f' ഈക്വൽ ടു 0 ആവുന്ന കേസുകൾ. അപ്പോൾ f' ഈക്വൽ ടു 0 പറഞ്ഞാൽ ഇവിടെ f' എന്താണ്? -2x ഈക്വൽ ടു 0. -2x എപ്പോഴേ 0 ആവുള്ളൂ? വെൻ x is equal to 0. സോ x is equal to 0 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു -3 1. ഈ ഇൻ്റർവെല്ലിൽ ഈ 0 ബിലോങ് ചെയ്യുന്നുണ്ട്.
സോ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ ടെസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളൊരു x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ആ ലിസ്റ്റ് കണ്ടെയ്ൻസ് ഓഫ് ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ വാല്യൂസ് ആൻഡ് ഇറ്റ്സ് എൻ പോയിൻറ്റ്സ്. സോ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് എന്താ കിട്ടിയത്, 0 എന്നാണ് കിട്ടിയത് ക്രിട്ടിക്കൽ പോയിൻറ്റ്. സോ നമുക്ക് 0 x1 x2 എക്സെട്ര xnൽ ഒന്ന് 0 ആണ്, വേറെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ബാക്കി എന്ത് കൺസിഡർ ചെയ്യുക, അപ്പോൾ അതിൻ്റെ എൻ പോയിൻറ്റ്സ് -3 1 കൺസിഡർ ചെയ്യുക. ഇനി ഈ ഓരോ വാല്യൂവിലും നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ f of 0 ഈസ് 4 minus 0 square, that is for f of -3, that നമുക്ക് -5 കിട്ടും. അടുത്തത് f of 1 equal to 3 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഏതാണ്, 4 ആണ് അല്ലേ. സോ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്താണ്, 4 ആണ്. അതെവിടെ കിട്ടുന്നത്, അറ്റ് x is equal to 0. ഇനി അബ്സല്യൂട്ട് മിനിമം കാണണം. മിനിമം വാല്യൂ എവിടെയാണ്, ഇതിലേറ്റവും ചെറുത് ഏതാണ്, -5 ആണ്. സോ അബ്സല്യൂട്ട് മിനിമം വാല്യൂ -5 ആണ്. അതെവിടെ കിട്ടുന്നത്, അറ്റ് x is equal to -3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ f of t equal to 2 minus mod t on closed interval -1, 3. Okay. Graph the function and identify points on the graph where absolute extrema occur. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f of t is equal to 2 minus mod t and it is defined on the closed interval -1, 3. ഈ ഫംഗ്ഷൻ്റെ ഈ ഇൻ്റർവെല്ലിൽ -1, 3 എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിലുള്ള ഈ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണ് കാണേണ്ടത്. ആൻഡ് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാഫ് ചെയ്യും വേണം. സോ നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്, f of t is equal to 2 minus mod t ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഫംഗ്ഷന് മോഡ് ടി എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മോഡ് ടി ഈക്വൽ ടു -t ആണ് ഫോർ t less than 0 ആൻഡ് ഇറ്റ് ഈസ് t ഫോർ t greater than or equal to 0. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ f of t ഈക്വൽ ടു 2 minus mod t നെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus t ആണ്. വെൻ ഫോർ t less than 0 നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഇൻ്റർവെൽ ഏതാണ്, -1, ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3 ആണ്. സോ t less than 0 പറഞ്ഞാൽ അത് എവിടം വരെയാണ്, -1 മുതൽ 0 വരെ. ഓക്കെ, കാരണം നമ്മളെ ഫംഗ്ഷൻ f of t ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3ലാണ്. സോ ഫ്രം -1 to 0, -1 less than or equal to t less than 0ക്ക് f of t എന്തായിരിക്കും, 2 plus t ആയിരിക്കും. കാരണം t less than 0 ആകുമ്പോൾ മോഡ് t എന്താണ്, -t ആണ്. സോ 2 minus -t is 2 plus t കിട്ടും ഫോർ -1 less than or equal to t less than 0. ഇനി ഫോർ t greater than 0ക്ക് മോഡ് t എന്താണ്, t എന്ന് കിട്ടും. സോ t greater than 0 പറഞ്ഞാൽ എവിടം വരെ വരുന്നത്, 0 to 3, 0 less than or equal to t less than 3ൽ എന്താവും, 2 minus mod t is t itself. സോ 2 minus t എന്ന് കിട്ടും. ഇനി അബ്സല്യൂട്ട് മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മളെ ഫംഗ്ഷൻ f of tൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് x1 x2 എക്സെട്ര xn ലിസ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്തു, -1 less than or equal to t less than 0. അവിടെ നമ്മളെ ഫംഗ്ഷൻ എന്താണ്, f of t is equal to 2 plus t ആണ്. ഈ ഫംഗ്ഷൻ നോക്കൂ, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഫംഗ്ഷൻ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, -1 less than or equal to t less than 0, അതായത് ക്ലോസ്ഡ് -1 ഓപ്പൺ 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്. സോ ഈ ഫംഗ്ഷൻ 2 plus t, ഈ ഫംഗ്ഷൻ എന്താണ്, ഈ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. കാരണം നമുക്ക് കണ്ടാൽ അറിയാം ഈ ഫംഗ്ഷൻ എന്താണ്, -1, 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് സോ അതിൻ്റെ f' of t എക്സിസ്റ്റ് ചെയ്യും. f' of t എന്താണ്, ഇറ്റ് ഈസ് 1. ഇത് എവിടെയാകുമ്പോഴാണ്, -1 less than or equal to t less than 0 ആകുമ്പോൾ. ഇനി അടുത്ത ഇൻ്റർവെൽ എന്താണ്, 0 less than or equal to t less than or equal to 3. അവിടെ f of t എന്താണ്, 2 minus t ആണ്. ആൻഡ് അതെവിടെയാണ്, ഇൻ്റർവെല്ലിൽ ഓപ്പൺ 0 ക്ലോസ്ഡ് 3ലാണ്. ഇവിടെയും അതെന്താണ്, ഓപ്പൺ 0 ക്ലോസ്ഡ് 3 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ഇൻ്റർവെല്ല്. പക്ഷെ നമ്മളിവിടെ 0 less than t less than or equal to 3 എന്ന് പറയുന്ന ഇൻ്റർവെൽ ആക്കണം. അതായത് ഓപ്പൺ 0 ക്ലോസ്ഡ് 3 എന്ന് പറയുന്ന ഇൻ്റർവെൽ. അവിടെ നമ്മളെ ഫംഗ്ഷൻ f of t എന്താണ്, 2 minus t ആണ്. അത് ഓപ്പൺ 0 ക്ലോസ്ഡ് 3ൽ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് f' of t equal to -1.
കിട്ടി -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 0ൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്താണ് ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ഈക്വൽ ടു 1 ആണ്. ഇനി 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ലും എഫ് ഓഫ് ടി എന്താണ് എഫ് ഓഫ് ടി ഈസ് 2 മൈനസ് ടി ആണ്. അത് ഡിഫറൻഷ്യബിൾ ആണ് ഈ ഇൻ്റർവെല്ലിൽ ആൻഡ് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -1. സോ ഇവിടെ നോക്കൂ എഫ് ഡാഷ് ഓഫ് ടി 1ഉം എഫ് ഡാഷ് ഓഫ് ടി -1 ആണ്. സോ എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നോക്കൂ, ഇനി നമ്മൾ എക്സ് ഇവിടെ രണ്ട് കേസിലും നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അവിടെ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഇനി ടി ഈക്വൽ ടു 0ൽ നമുക്കറിയാം മോഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല, മോഡ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടി ഈക്വൽ ടു 0ൽ ഡിഫറൻഷ്യബിൾ അല്ല. സോ എഫ് ഓഫ് ടി എന്താണ് 2 മൈനസ് മോഡ് ടി, അതും എന്താവില്ല അറ്റ് 0ൽ എഫ് ഓഫ് ടിയും ഡിഫറൻഷ്യബിൾ ആവില്ല. So the only critical point of f in the interval -1, closed interval -1, 3 is t equal to 0. So t equal to 0ൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. സോ അവിടെ എന്താണ് ദാറ്റ് പോയിന്റ് ടി ഈക്വൽ ടു 0 എന്താണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കും. വേറെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഒന്നുമില്ല. എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ എന്തേ ഉള്ളൂ എഫ് ഡാഷ് ടി മോഡ് എഫ് ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻ്റ് ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0. അപ്പോൾ അതാണ് ഇതിൻ്റെ എഫിൻ്റെ ഏക ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ് ടി ഈസ് ഈക്വൽ ടു 0 ആണ് ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3. സോ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താ കിട്ടിയത്, ഓൺലി 1 ക്രിട്ടിക്കൽ പോയിൻ്റ് ഉള്ളൂ ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0. ഇനി എന്താണ് ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിൻ്റ് 0 ആണ്. പിന്നെ ബാക്കി ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ്, അതായത് -1ഉം 3യും. ഓക്കെ, ഇനി ഈ 3 പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. എഫ് ഓഫ് 0, എഫ് ഓഫ് -1, എഫ് ഓഫ് 3 കണ്ടു. അതിൽ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് 0 2, എഫ് ഓഫ് -1 1 ആണ്, എഫ് ഓഫ് 3 -1 ആണ്. സോ ഇതിൽ ലാർജസ്റ്റ് വാല്യൂ 2 ആണ്. സോ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ 2 ആണ് അറ്റ് 0. ആൻഡ് ഇതിൽ ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത് -1 ആണ്. സോ മിനിമം വാല്യൂ ഈസ് -1 ആൻഡ് ദാറ്റ് ഈസ് അറ്റ് ടി ഈക്വൽ ടു 3. ഈ ഫംഗ്ഷനെ നമ്മൾ ഈ രീതിയിലാണ് ഗ്രാഫ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ മിനിമം അറ്റ് 3, -1 ആൻഡ് മാക്സിമം അറ്റ് 0, 2.